മസാലയുടെ മറ്റൊരു കലക്കൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കോമഡി മസാലയുടെ ഒരു എപ്പിസോഡ് ഇവിടെ ആസ്വദിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ ചേച്ചി ചേട്ടന്മാർക്കും സ്വാഗതം. ഒപ്പം നമ്മുടെ കോമഡി മസാലയുടെ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ രണ്ട് താരങ്ങൾ, നോബി ചേട്ടൻ ആൻഡ് ബിനു അടിമാലി. കോമഡി മസാലയുടെ ഒരു വേദിയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും നമുക്കിനി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. സോ നമ്മുടെ സീറ്റുകളിലേക്ക് പോയിരിക്കാം. എന്നിട്ട് ഇന്നത്തെ നമ്മുടെ ചിരി മസാല, നമ്മുടെ കോമഡി മസാല നമുക്ക് ആരംഭിക്കാം. ഈ ത്രില്ലിൽ ഞാൻ ഇന്ന് പോയിരിക്കും. ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു അടിപൊളി സ്കിറ്റ് കാണാനാണെന്ന് അറിയാം. അപ്പൊ എന്താണെങ്കിലും വൈകാതെ തന്നെ ഇന്നത്തെ കോമഡി മസാലയുടെ നമ്മുടെ കലക്കൻ സ്കിറ്റിലേക്ക് കടക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം ടീം കിങ് ജോക്കേഴ്സ്. ദൈവമേ, ഇതുപോലെ പിള്ളേര് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന പോലെ കരക്ക് കിടന്ന് ഇങ്ങനെ കറക്കാനോ യോഗമുള്ളൂ. ഒരു ഗസ്റ്റെങ്കിലും ഇതിനകത്തേക്ക് വന്ന് കയറിയായിരുന്നു അതിനെയും വെച്ചോണ്ട് വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് യോഗം കിട്ടുമെന്ന് എനിക്ക് തോന്നല്ല. ഓ, മുതലാളിയുണ്ട് ഇവിടെ. ഈ ബോട്ട് മേടിച്ചിട്ടിട്ട് ഒരു മനുഷ്യനും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ടേ? അങ്ങനെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് പറയാൻ പറ്റില്ല. ഒരു ഫാമിലിനകത്ത് കിടപ്പുണ്ട്, സോണിയയും ടൊമ്മിയും മക്കളും. പട്ടി പ്രസവിച്ച് കിടക്കണതാ. അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ വിറ്റ് കയറും കൊണ്ടാണ് ഞാൻ ചോറുണ്ട് തരുന്നത് കഴിയുന്നത്. മുതലാളിയാണ് പോലും മുതലാളി. ബിസിനസ് എന്തൊക്കെ ബിസിനസ് നടത്തി പുള്ളി. വിജയിച്ചോ? ആദ്യം ഒരു ബിസിനസ് നടത്തി. നല്ല കൊടും തണുപ്പിൽ ഊട്ടി പോയി ഐസ്ക്രീം കച്ചവടം. അതങ്ങ് പൊട്ടി. അത് കഴിഞ്ഞ് നേരെ രാജസ്ഥാനിലേക്ക് വിട്ടു. കൂമ്പാരക്കണക്കിന് മണൽ കിടക്കുന്നിടത്ത് മണൽ കച്ചവടമായിട്ട് ചെന്നേക്കണം. അതും പൊട്ടി. ഇനി പൊട്ടണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് പടക്ക കച്ചവടം തുടങ്ങി. അതാണ് ഈ പൊട്ടി. അത് ചീറ്റി പണ്ടാരടങ്ങി. അങ്ങനെ അവസാനം ബാക്കി വന്ന വീട് ലോൺ വെച്ച് ഹൗസിംഗ് ലോൺ എടുത്ത് മേടിച്ച സാധനമാണ് ഹൗസ് ബോട്ട്. ഇതാണെങ്കിൽ മുതലാളിയുടെ ഫോണോട് വെച്ചിട്ട് വെക്കണം. ഹലോ ഹലോ മത്താച്ചനല്ലേ? ഹലോ മത്താച്ചനല്ലേ? അതെ, മൊഫാച്ചനാണ്. എന്താണ് ലോൺ അടയ്ക്കാത്തത്? ഞാൻ ബാങ്കിലാണ്, മാനേജറാണ്. എന്താണ് നിങ്ങൾ ലോൺ അടയ്ക്കാത്തത്? ലോണോ? ആ, അടയ്ക്കാനായിട്ട് ഇത് ഞങ്ങൾ ജപ്തി ചെയ്യാനുള്ള കാര്യങ്ങൾ നീക്കാണ്. ആണോ? ആ, നിങ്ങളോട് ഇനി ചോദിക്കാൻ വേണ്ടി ഇനി വരില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ്? റേഞ്ചില്ലാത്ത പോലെ പറയാം. ഹലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഹൗസ് ബോട്ട്. ആ, ഹൗസ് ബോട്ട്. ഓക്കെ 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 ആ, ഓക്കെ, ബോട്ട്, ഹൗസ് ബോട്ട്. ഓക്കെ ഓക്കെ. അയ്യോ, ഇനി എന്നാ ചെയ്യൂടെ ഇരുന്നുണ്ട്. ഞാൻ ഒച്ചപ്പാടം ബഹളാടാ. ഞാൻ ആ ഷാപ്പിൽ ഇരുന്നപ്പോ കേട്ടല്ലോ. ഷാപ്പിൽ സ്റ്റോപ്പിൽ ഇരുന്നപ്പോ കേട്ടല്ലോ. ഞാൻ വിചാരിച്ചു എന്നെ കൂട്ടാണ്ട് മുതലാളി ഷാപ്പിൽ പോയെന്ന്. ഞാൻ ഷാപ്പിലേക്ക് പോവല്ലേ. ബാങ്ക് വിളിച്ചായിരുന്നോ? ബാങ്ക് വിളിക്കാൻ നീ എന്നാ മുക്കുറിയോ? ബാങ്ക് വിളിച്ചതല്ല, ബാങ്കിൽ നിന്ന് മാനേജർ വിളിച്ചായിരുന്നു. അയ്യോ, എന്നിട്ട് വീട് ജപ്തി ചെയ്യാൻ പോവാന്നും പറഞ്ഞു. വീട് ജപ്തി ചെയ്യാൻ പോവാന്ന്. നീ എന്നാ പറഞ്ഞു? ഞാൻ പിന്നെ ഒരു തരത്തിൽ മുതലാളിയുടെ ശബ്ദത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എന്നാന്ന്? ഹൗസ് ബോട്ട് എന്ന്. ഹൗസ് ബോട്ട് ഉണ്ടല്ലോ, ഇനി അടച്ചു പൊക്കോളൂല്ലോ. അപ്പൊ അവര് ഓക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞു. പിന്നെ ഒരു കോൾ ഒത്തിട്ടുണ്ട്. കോളോ? മഴക്കോളോ? ആ, മഴക്കോള് തന്നെ. എടപ്പം റോഡ് നിറച്ച് വെള്ളമല്ലേ? നമ്മുടെ ബോട്ട് നേരെ റോഡിലോട്ട് കയറ്റുന്നു. ബസ് സർവീസ് ഒക്കെ മുടങ്ങിയേക്കുമല്ലേ? അപ്പൊ നമ്മൾ നേരെ ഈ ബോട്ട് അതിലേക്ക് ഓടിക്കുന്നു. സ്കൂൾ പിള്ളേരെ കയറ്റാം, നാട്ടുകാരെ കയറ്റാം, വലിച്ചു കയറ്റാലോ. കളക്ടർ 15 ദിവസത്തേക്ക് സ്കൂൾ അവധി പറഞ്ഞേക്കണം. ഈ ബോട്ട് നേരെ സ്കൂളിലെ പിള്ളേരെ കയറ്റാൻ പോണു. ഇനി അങ്ങോട്ട് റോഡിലേക്ക് കയറ്റി കഴിയുമ്പോൾ ആ വെള്ളം അങ്ങ് കുത്തനെ അങ്ങ് ഇറങ്ങിപ്പോയാ നടു റോട്ടിലാവില്ലേ നമ്മുടെ ബോട്ട്? അയ്യോ, എങ്ങനെ കായലിലെത്തിക്കും? അത് ഞാൻ ചിന്തിച്ചില്ല. അത് ചിന്തിച്ചില്ല മണ്ട മുതലാളി. എന്നാ വേറൊരു കോൾ എത്തിയിട്ടുണ്ട്. എന്നാ കോള്? വേറൊരു കോള്. എന്ത് കോളാ? ദേ, ഇതിനകത്ത് ഒരു ടീഷർട്ടും ഒരു ബർമൂടയുണ്ട്. നീ അങ്ങ് ഇട്ടോണം. ഇത് ഞാൻ പുതിയത് മേടിച്ചതാന്ന്. അപ്പൊ എന്തോ കോളത്തിട്ടുണ്ടല്ലോ. കോളത്തിനുണ്ട്. കുപ്പിയുണ്ട്, ചിക്കനുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. മുതലാളി ഒന്ന് വിളിക്കന്നെ. ആ, ശരിയാണല്ലോ. ഇന്ന് അവരൊരു സാധനം മേടിച്ചാൽ മുതലാളി മേടിച്ചെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലേ? എന്താ? അതെ, ഒരു മദാമ വന്ന് നമ്മുടെ ബോട്ടിലേക്ക് കാല് വെക്കുന്നു. മദാമയോ? ആ, കാല് വെക്കുന്നു. എന്നിട്ട് എടാ, മദാമയായിട്ട് നമ്മൾ പോകുന്നു. ആണോ? അതിന്റെ 25 രൂപ ഞാൻ അഡ്വാൻസ് മേടിച്ചു. 25,000 രൂപ ഞാൻ അഡ്വാൻസ് മേടിച്ച സാധനം ഇതൊക്കെ. അല്ലാതെ മുതലാളി കട്ടൊന്നും അല്ല അങ്ങ് പോയി. കട്ടൊന്നോ? പോലീസ് വരും അങ്ങനെയാണെങ്കിൽ. അയ്യോ,
പോലീസ് വരും. എടാ കട്ടതല്ലെന്ന് മദാമ ഒരു ഉറപ്പാണോ? ഉറപ്പാന്ന്. ആണോ? ആ അന്ന് നമുക്ക് തകർക്കണമല്ലോ. തകർക്കണം. ഇതാരാ പറഞ്ഞാരാ? അത് നമ്മുടെ മൂന്നാൻ ബ്രോക്കർ കച്ചവടമൊക്കെ നടക്കുന്ന ഒരു പുള്ളിക്കാരില്ലടാ. മദാമനെ കൊണ്ടുവരാന്ന് പറഞ്ഞു. കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, വേറെ കേസുണ്ട്. അവൻ കള്ളനാണ്. അവൻ കള്ളപ്പണത്തിന്റെ ആളാണ് അവൻ. കള്ളപ്പണോ? ആ കള്ളപ്പണത്തിന്റെ ബ്ലാക്ക് മണിയാണ് അവന്റെ ഡെയിലി പരിപാടി. ഏയ് അങ്ങനെയൊന്നും. അതേന്ന്. I will come. I am running. No, I am walking. Walking in the jetty walking. You are come. Come, houseboat ready. I am coming. You are coming. അയ്യോ, എനിക്കറിയാവുന്ന ഇംഗ്ലീഷൊക്കെ ഞാൻ പറഞ്ഞു പണ്ടങ്ങനത്തെ. അതെ, സായിപ്പും മദാമേ ഫോണിൽ ഒന്ന് പറയാമോ ഇങ്ങോട്ട് കമ്മാൻ? ആ പറയാം. ഒന്ന് പറഞ്ഞു. ഹലോ. ആ വോട്ട് ദിസ് ഈസ് വാട്ട്. ഇവിടെ ഒരു ഓട്ട. ഓട്ടയില്ല. ആ എ സി റൂം വിത്തൗട്ട് എ സി അല്ലേ? വിത്തൗട്ട് എ സി. നോ പ്രോബ്ലം. കമ്മിക്കോ. ഇങ്ങോട്ട് കമ്മനോട് കമ്മെന്ന് പറ. കമ്മിക്കോന്ന് പറഞ്ഞില്ല. കമ്മിക്കോ കുഴപ്പമില്ല കേട്ടോ. ആ ഓക്കെ. ഇപ്പൊ വരും. അവരെപ്പോ എത്തും? അവരിങ്ങോട്ട് ഉടനെ എത്തും. ഇന്നലെ 25,000 രൂപ അഡ്വാൻസ് ഞാൻ മേടിച്ച് തന്നായിരുന്നല്ലോ. അവരിങ്ങോട്ട് വരും. സായിപ്പും മാതാമേ ഫ്രാൻസിൽ നിന്നാ വരുന്നത്. ഈ മാതാമ ഇങ്ങോട്ട് വന്ന വെറുതെ നടക്കുകയല്ല. എന്നത് എന്റെ ബോട്ടെ പെറാൻ നടക്കുകയല്ല. ഞാൻ സമ്മതിക്കല. എന്നാ മുതലാളി വേറെ ഹോസ്പിറ്റലിൽ പോകാൻ ഈ ബോട്ടൊക്കെ കിടന്ന് ആമല്ലേ? അതല്ലെന്ന് ഈ പെർഡേ എന്ന് മുതലാളി പറഞ്ഞല്ലോ പെറാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലോ. പിന്നെന്താ? എടാ നിനക്കൊല്ലം ബോധമുണ്ടോ നിങ്ങൾക്ക്? എന്നെ ഈ പെർഡേ എന്ന് വെച്ചാൽ ദിവസ വാടകയ്ക്കാണ് ഈ ബോട്ട് ബുക്ക് ചെയ്തേക്കുന്നത്. ഒരു ദിവസം 25,000 രൂപ വെച്ച് 10 ദിവസത്തേക്ക് 2.5 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും. എനിക്കതിന്റെ കമ്മീഷൻ തന്നാ മതി. മുതലാളി 2.5 ലക്ഷം രൂപ ഇട്ട് വന്ന്. അയ്യോ തലകറങ്ങണല്ലോ. 2.5 കിട്ടുവോ? 2.5 കിട്ടും. നിങ്ങളുടെ കടബാധ്യതയൊക്കെ തീരും, എന്റെ കമ്മീഷനും കിട്ടുമല്ലോ. ഉറപ്പല്ലേ? നമ്മുടെ ഹൗസ് ലോൺ അടയ്ക്കാൻ പാടില്ലേ? ഇതിനല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ അതെ, അവർക്ക് വേണ്ട ഫെസിലിറ്റി നിങ്ങൾ കൊടുക്കണം. ഫെസിലിറ്റി ഇവിടെ ഉണ്ടോ? ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ഉണ്ടോ? കുക്കുണ്ടോ? കൊക്കുണ്ടോ? ഇല്ല. പറഞ്ഞു തുടങ്ങണ കൊക്ക്. അതല്ലെന്ന് ഭക്ഷണം പാചകം ചെയ്യാൻ കുക്കുണ്ടോ? അതില്ല. നല്ലൊരു ബെഡ്റൂം ഉണ്ടോ? അതുണ്ട്. നല്ലൊരു ബാത്റൂം ഉണ്ടോ? അത് വെള്ളത്തിലേക്ക് തട്ടാം. അവിടെ നല്ലൊരു ലൈറ്റ് എങ്കിലും ഉണ്ടോ? ഇതല്ലേ ലൈറ്റ്? നല്ല ലൈറ്റ്. ആ ലൈറ്റ് അതൊന്നും അല്ല വേണ്ടത്. നമുക്ക് അവർക്ക് എന്തെങ്കിലും പറഞ്ഞ് എന്റർടൈൻ ചെയ്യിപ്പിക്കണം. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ അതായത് അവരെ സന്തോഷിപ്പിക്കുന്ന ചില അതൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഉണ്ട്. ഒന്നും പേടിക്കണ്ട, അതെല്ലാം റെഡിയാ. എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താ കലാപരിപാടി? ആരെ സെറ്റപ്പ് ചെയ്തേക്കുന്നതെന്ന് അറിയണമല്ലോ. അതെ, മോഹിനിയാട്ടം നടത്തുന്ന നമ്മുടെ കൈനഗിരി ജയശ്രീ. ആ ഞാനിത് എവിടെ കേട്ടിട്ടുണ്ട് പേര്. അവരാണ് വരുന്നത്. മോഹിനിയാട്ടം. അതെ. അല്ല, അവരെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ നമുക്കൊന്ന് കാണാമായിരുന്നു. എന്നിട്ട് വരുമ്പോഴേ അവരെ തുടങ്ങായിരുന്നു പരിപാടി. മുതലാളി ഉണ്ട്. എവിടെ? അവിടെയുണ്ട്. ജയശ്രീ. ഇവിടാണോ കൈനഗിരി ജയശ്രീ എന്ന് പറഞ്ഞ? ഇത് കക്കാവാരം പോണ അമ്മണി ചേച്ചിയുടെ മകളല്ലേ ഉഷ? എനിക്കറിയാം. ഇവക്ക് 2,000 രൂപ ഒന്നും കൊടുക്കത്തില്ല. ഒരു 500 രൂപ ഞാനങ്ങ് കൊടുക്കും. എത്രയാന്ന്? 500 രൂപ. ദേ ഈ മുദ്ര ഞാനങ്ങ് മാറ്റുവേ. എന്റെ ഉഷ ഇതങ്ങ് മാറ്റി 500 രൂപ കൊണ്ട് തരാൻ പറ്റിയാൽ ഇത് വലിയ വലിയ ആൾക്കാർ വരുന്ന പരിപാടിയാണ്. ആഹാ. ആ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അതിനു വേണ്ടിയിട്ടാണോ ഞാൻ ഇത്ര നാളും മുദ്രയൊക്കെ പഠിച്ചത്? ആണാടാ പറയണ. പിന്നെ ദേ കായലിൽ കക്കാവാരി കൊണ്ടുവന്ന എന്നെ 5,000 രൂപ തരാന്ന് പറഞ്ഞോണ്ട് വിളിച്ചോണ്ട് വന്നിട്ട് ഇപ്പൊ എരണക്കേട് കാണിച്ചാലുണ്ടല്ലോ. ഈ ജീവി ഒന്ന് മാറ്റാവോ അങ്ങോട്ട്? ഒന്ന് മാറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ. മാറ്റത്തില്ല. എനിക്ക് കാശ് വേണം. എന്നോട് ഇവൻ 5,000 രൂപയാണ് പറഞ്ഞത്. ഉഷ, ഞാൻ നിനക്ക് തരാം പൈസ. തരുവോ? ആദ്യം ഇതിനെ മാറ്റ്. താത്തി വെക്ക്. മടക്കി വെക്ക്. ദാസം ഇവിടെ ദാസം. ദൈവത്തെ ഓർത്ത് നീ ഡാൻസ് കളിച്ചാൽ മാത്രം മതി. തൊള്ള തുറക്കണ്ട. മാട്ട സൗണ്ടാ. ദൈവത്തെ ഓർത്ത് അത് വേണ്ട. അവർ തിരിച്ചു പോകും. അത് ആദ്യം നീ മനസ്സിലാക്ക്. അപ്പൊ കാശ് തരാവാ. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ടാതി. നീ എന്നെ മുക്കരുത്. ലോൺ എടുത്ത് ഉണ്ടാക്കിയതാ. അണ്ണ എന്ത് വർത്താനാണ് പറയണത്? കായലിൽ 500 രൂപയ്ക്ക് ഞാൻ കക്കാവാരം നിന്നോണ്ടിരുന്നതാണ്. അവിടെ നിന്നാണ് എന്നെ വിളിച്ചോണ്ട് വന്നതറിയാവാ. അത് തരാന്ന് ഞാനല്ലേ പറഞ്ഞത്. തരാന്ന് പറഞ്ഞാൽ തന്നിരിക്കും. എത്ര തരും? 800 രൂപ. ഡ്രസ്സിന്റെ വാടക. ഡ്രസ്സിന്റെ വാടക ഞാൻ കൊടുത്തോളാം. തരുവല്ല? തരും. ആ ഇന്നത്തട ഇങ്ങനെ കഴിയട്ടെ. ശ്വാസം പിടിക്കാതെ കിടക്കാല്ല. അങ്ങോട്ട് വിളിക്കാൻ പറ. അവിടെ മാറി ജസ്റ്റ് വരുമ്പോ വിളിക്കാം കേട്ടോ. മാട്ടെ സാധനത്തിനൊക്കെ വിളിച്ചിട്ട് വരും. കുഴപ്പമില്ലെന്നേ. കാര്യം ഞാൻ പറയാം. ഇതിനൊക്കെ അവരെ പറ്റിക്കാനാണ് നമുക്ക്. ഒത്തു നിന്ന പൈസ നമ്മുടെ കയ്യിൽ ഇരിക്കും. നിങ്ങളുടെ കാര്യം തീർക്കും. അവരിപ്പം ഇങ്ങോട്ട് എത്തും. ഇപ്പം എത്തും. നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് തീരേക്കും.
Hello. Hello. Nice to meet you. Nice to meet you. Yeah. Oh. Hey. ബാഡ് ബോയ്സ്. താങ്ക് യു താങ്ക് യു. Bad boy. ഇവരുണ്ട് Thank you. Oh, your good name, please. പാക്കൻ What? പാക്കൻ. Your good name, please. അതാ ഈ കുഞ്ഞ Yeah. Okay. Yours. ഫ്രാങ്ക്. You're Frank. Yeah. Okay. Yeah. യു ആർ ഫ്രം ഫ്രാൻസ്. Yeah. ഫ്രാൻസിൽ നിന്ന് വന്നതാ ആണോ ഫ്രഞ്ച് 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 Yeah. ഫ്രഞ്ചല്ലേ ഫ്രഞ്ച് വിസടിക്കണോ What beautiful place, yeah? ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ വെച്ച് കണ്ടു ഇവര് ഫ്രാൻസിൽ നിന്ന് വന്നവര് അല്ലെന്ന് ശരിയാണേ. ഇവര് ഇംഗ്ലീഷ് പറയൂ. അല്ല താറാവിന്റെ പരിപാടിയായിട്ട് നടക്കണം ഗോപാൽ ചേട്ടൻ. ഗോപാലൻ ചേട്ടന്റെ മകൻ നിക്കറി ഇക്രിഗിരിയോ? അല്ലേ പുള്ളിക്കാരൻ അല്ലെന്ന്. ഇക്രിഗിരി അല്ലെന്ന് അല്ല ആണ് ഞാനിപ്പോ ഒരു പണിയല്ല. അല്ലെന്ന് താറാവിന്റെ ശബ്ദം കേട്ടാവും വരും അത് ശരി കൊള്ളാം. Hey, what's going on there? What is what? ഡക്ക് മീൻസ് താറാവ്. താറാവ്. ഡിക്രൂസ്. Who is Nicholas? My papa Dikrus. Come on. Okay, come on. Okay, let's enjoy this. Okay. This is beautiful. You're very beautiful. Very beautiful. അതെ Yeah. ഇത് എവിടുന്ന് കിട്ടിയടാ നിനക്ക്? സംഭവം പറഞ്ഞാലേ ഞാൻ അത് പറഞ്ഞു കൊടുക്കില്ല അവളോട് കേട്ടോ. ഞാനിങ്ങനെ അവിടെ നിൽക്കാം, ഫ്രാൻസിൽ നിൽക്കുകയാണ്. ഫ്രാൻസിൽ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുക. ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ നിപ്പ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന അവൾ കണ്ടു. എന്റെ നിപ്പ് കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി വെള്ളം കുടിക്കാൻ നിൽക്കുകയാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ തന്നെ അടുത്ത് വന്ന് പരിചയപ്പെട്ടു. ഞാൻ എന്റെ പേര് പറഞ്ഞു. പേര് ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ തന്നെ ഒരു ഫ്രഞ്ച് കിസ് ആണെന്ന്. ഫ്രഞ്ച് കിസ് ലോക്ക്. ഇവരങ്ങനെ അത് ഇവരങ്ങനത്തെ സ്വഭാവക്കാരാ. അങ്ങനെ പിന്നെ ഭാഗ്യവാനല്ലേ? സംസാരിക്കാം. No problem. പക്ഷെ അവളെന്താ ഇങ്ങനെയൊക്കെ അവളിങ്ങനെ ചെന്നിരുന്നല്ലോ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവും. ഇപ്പൊ അവള് പറഞ്ഞതാണ്. എന്നാ പറഞ്ഞേ? നിങ്ങൾക്ക് തിരക്കുണ്ടോ? അവളിപ്പോ എന്നോട് പറയായിരുന്നു നമുക്ക് ഇവിടെ ഒരു ഫ്രഞ്ച് കിസ് നടത്തിയാലോ നിങ്ങളുമായിട്ടെന്ന് അവള് ചോദിക്കുവായിരുന്നു. ഫ്രഞ്ച് കിസ്. റെഡി. Good. Are you ready, guys? Guys? വേഗം പോയി ഒരു 2 പൊറോട്ടയും ഇറച്ചിയും കഴിച്ചിട്ട് താമസിച്ച് വന്നാൽ മതി. അല്ല ഞാൻ പോണില്ല. എനിക്ക് വേണ്ട ബസ്കണില്ല. പോയിട്ട് ലോട്ടറി എടുക്കുക. ഇംഗ്ലീഷ് അറിയില്ല. ലോട്ടറി എടുത്ത് വൈകുന്നേരം വരെ എൻ്റെ ഇത് വരുന്ന വരെ ഇരിക്കേ. അല്ല ഇംഗ്ലീഷ് അറിയില്ലല്ലോ. ഞാനിവരായിട്ട് ഇങ്ങനെ സംസാരിച്ച് പക്ഷെ അതല്ലെന്ന് പേടി. ഞാൻ പല്ല് തേച്ചിട്ടില്ലെന്ന്. നീ തേച്ചിട്ടില്ലേ? ഞങ്ങളെല്ലാരും 3 പേരും. ആദ്യം ഞാൻ അല്ല ക്യൂ പാലിക്കാം. Okay, who is first? ഫസ്റ്റ് ഞാൻ. ഫസ്റ്റ് You. ഞാൻ all All are ready. Okay, let's start. The first kiss. ഓക്കെ. Who is the first president of France? പറഞ്ഞോടാ. Who is the first president of France? Tell me. പ്രസിഡന്റ് ഫ്രാൻസിന്റെ. Quiz. Answer me. കിസ്. French kiss. എങ്ങനെ വെക്കണ? Question. Okay, let's go to the next question. Next question. When was French War? എന്നാ ചോദിക്കണേ? ഫ്രഞ്ച് വിപ്ലവം നടന്നില്ലേ? അതാ ചോദിച്ചത്. ഞാനില്ലേ കളി. നീ എന്നോടായി പറഞ്ഞു. അവൾ എവിടെ ചെന്നാലും അതാ ഫ്രഞ്ച് കിസ് നടത്തും. ഫ്രഞ്ച് ക്യൂസ്. എന്നിട്ട് തന്നില്ലല്ലോ. കിസ് അല്ലെന്ന് ക്യൂസ്. എന്തെങ്കിലും പരിപാടി ചെയ്യണം ഇവിടെ. അതെ എന്റർടൈൻമെന്റും കൊടുക്കാം. എന്റർടൈൻമെന്റ് കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ അവരുടെ. എന്റർടൈൻമെന്റ്. അതെ എന്റർടൈൻമെന്റ് വേണം. അവൾ അന്ന് പറഞ്ഞപ്പോൾ ബുക്ക് ചെയ്തപ്പോഴേ പറഞ്ഞു എന്റർടൈൻമെന്റ് വേണം എന്ന് പറഞ്ഞായിരുന്നു. എന്താണ് എന്റർടൈൻമെന്റ്? മോഹിനിയാട്ടം. അല്ല സോങ് ഉണ്ട്. സോങ് വേണം. അതിനാണ് അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Yes, I want an English song. നീ പാട്. English song. ഇംഗ്ലീഷ് സോങ്. Yeah. യെസ് ഞാനോ? പാട്. അല്ല ഈ നാട്ടിക്കരുത്. ഞാൻ പാടുവോ? പാട്. ഇംഗ്ലീഷാ? ഇംഗ്ലീഷ് പഠിക്കൂ. എങ്ങനെങ്കിലും പാട്. പോണോ തിരിച്ചു പോണോ? തൊണ്ടയൊക്കെ ക്ലിയർ ആക്കണ്ടേ? ഓക്കെ ഓക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ.
മുതലാളി മുതലാളി ആ യാ ദവ പാപ ബ്രാ ആസ്മാൻ മിസ്മ അർബാ ഫ ഫ ഫ ഫ nothing is about ഞാൻ ആദ്യമായിട്ടാ കേൾക്കണേ അവനോൻ തന്നെ പാട്ട് അവനോൻ കൊള്ളിയെന്നും പറഞ്ഞ് കൂവണത്. Bloody fool! What is this? ഇതാണ് ഇംഗ്ലീഷ് പാട്ട്. വേറെ എന്താ എന്റർടൈൻമെന്റ് ഉള്ളത്? അടുത്ത മോഹിനിയാട്ടം. മോഹിനിയാട്ടം ഉണ്ട്. Yeah, Yeah. I like traditional dance. അതിനെ വിളിക്ക് ഉഷേനെ വിളി. കൈനഗിരി Very കൈനഗിരി ശ്രീജ ജയശ്രീ ആ ജയശ്രീ എന്തൊക്കെയാണോ ഈ പറയുന്നത്? സിനിമാ നടിയുടെ പേരാ. മോഹിനിയാട്ടം? Very beautiful. വാതൊറക്കരുത്. മാട്ട മാട്ട. This is not മോഹിനിയാട്ടം. I know. Yeah. You are cheating me. എന്താണെന്ന്? This is not മോഹിനിയാട്ടം. This is folk dance. നാടോടി I know. നടത്തം, നാടോടി നടത്തം. ഇത് നാടോടി നടത്തം. ഇത് നാടോടി നടക്കുന്ന You bloody സാധനം. fool. Broker. എടി പെണ്ണുമുള്ള നീ എന്നതാണ് ഈ പറയണത്? ഞാൻ ഇങ്ങനെയാണ് മോഹിനിയാട്ടം പഠിച്ചത്. ദേ നിന്റെ ഈ വൃത്തികേടൊന്നും എന്റെ അടുക്കാൻ നടക്കുക കേട്ടോ. ഞാനുണ്ടല്ല പണ്ടൊരു സായിപ്പ് സൈറ്റ് അടിച്ച് കാണിച്ചപ്പോ അവന്റെ കൂടെ പോയിരുന്നെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഒരു മദാമയായിട്ട് ഇവനെ പോലെ തിരിച്ചു വന്നേന്. നിനക്കറിയാവാടേ? What is this bloody lady saying? കേട്ടിട്ടില്ലേ പരിപാടി? എന്താണ് നീ പറയണത്? കേട്ടിട്ടില്ലേ പണ്ട് കേക്ക്. ടപ്പ് ടപ്പ് സായിപ്പ് ആ, അത് വെള്ള- തന്നെ. ആ അത് ആ സായിപ്പിനെ കണ്ടെടുക്ക് കാണിച്ചതാണ്. ചേക്ക്, ചേക്ക്, ചേക്ക്. ഞാൻ പറഞ്ഞു കേട്ടാ? ഇവളെയൊക്കെ കൊണ്ട് ചീത്ത കേൾപ്പിക്കാനാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. പക്ഷേ ഞാനേ നിങ്ങളൊന്നും പറയണ്ട. എനിക്ക് 800 രൂപയും ഇതിന്റെ വാടകയും തരാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല കേട്ടാ. പക്ഷെ എന്റെ വായിലെ വെള്ളം പറ്റി. നീ ഒരു കാര്യം മനസ്സിലാക്കണം, പൈസ തരാം. ഇത് കടത്തി പോയി ഹൗസ് ലോൺ എടുത്തിട്ട് മേടിച്ചേക്കണം. പോയി പിന്നെ തരും. പൊക്കോ. കേട്ടാ? തരാം, നീ പൊക്കോ. വീട്ടിൽ വൈകുന്നേരം വാടക കൊണ്ട് വന്നില്ലെങ്കിലാണ് അറിയാൻ പോണത് കേട്ടാ. എന്റെ വായിരിക്കണം നല്ലത് വല്ലതും കേക്കും. This is cheating, cheating, cheating. ഞങ്ങളെ ചീറ്റ് ചെയ്തു. നിങ്ങൾ ഞങ്ങളെ മേടിച്ച 25,000 രൂപ ഞങ്ങൾക്ക് വേണം. എന്റെ പേഴ്സ്. വേണം. We want our money back. Otherwise we will complain to the police. Within 24 hours we want our money back. You bloody fool. Bloody Malayalis. Come on. കള്ള പിശാചേ. എന്റെ മൊബൈലും പേഴ്സൊക്കെ എടുത്തിട്ട് ആ പെണ്ണുമ്പളെ പോയേക്കുന്നു. നിങ്ങൾ എന്ത് പരിപാടി കാണിക്കണം? ഇനി എന്റെ പൈസക്ക് താര് തരും. എന്റെ ഒരു പോലീസ് സ്റ്റേഷൻ കയറ്റുന്ന പൈസ എല്ലാത്തിനും ഞാൻ ബോട്ടെ കൂടി ചവിട്ടിയാൽ പൊളിച്ചോളാം കേട്ടോ. ഇനി എന്നാ ചെയ്യും? എന്നാ ചെയ്യും? ഞാൻ ഒരു കാര്യം ചെയ്താലോ? ഇതിനകത്തൊരു full ഇതിനകത്തൊരു കുപ്പി ഇരിപ്പുണ്ട്. അതെടുത്തോണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിരുന്ന് കഴിക്കാം. ഞാനും വരും. വാ. മുതലാളി പോകാൻ വീട്ടിട്ട് പോകാൻ പറ്റേ? അതിനാ വീട് ജപ്തി ചെയ്തു. എപ്പ? ഇപ്പൊ കുറച്ച് മുമ്പ്. അത് ഞാനറിയാതെ അങ്ങനെ ജപ്തി ചെയ്യും. ഞാൻ വിളിച്ചു പറഞ്ഞില്ലേ ഹൗസ് ബോട്ട് എന്ന്. വാ. അപ്പൊ മുതലാളിയോട് ചോദിക്കാൻ പറഞ്ഞു. ആ. അന്നേരം ഞാൻ പറഞ്ഞു ഹൗസ് ബോട്ട് എന്ന്. അതിനിപ്പോ അവർ ഓക്കെ പറഞ്ഞു. ഇപ്പൊ അവര് പറയാ ഹൗസ് ബോട്ടെ എന്ന് അവര് കേട്ടു. അതുകൊണ്ട് ഹൗസ് അവര് ഇത് ചെയ്തു. ഏത് ജപ്തി ചെയ്തെന്നോ? ജപ്തി ചെയ്തു. അയ്യോ, ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം. ഇത് ഹൗസ് ബോട്ടല്ലേ? ഹൗസിന് ഹൗസുമായി ബോട്ടിന് ബോട്ടുമായി. ഇനി മുതല് ഈ ബോട്ടാണ് മുതലാളിയുടെ ഹൗസ്. അയ്യോ, ഓക്കെ, അപ്പൊ എന്താണെങ്കിൽ സ്കിറ്റ് കലക്കി. സുമേഷേടാ, എന്തായിരുന്നു ഒരു പാട്ട്, ഒരു രക്ഷയില്ലായിരുന്നു. ശരിക്കും നമ്മൾ പൊതുവെ ഒരു ഇംഗ്ലീഷ് പാട്ട് കേൾക്കുമ്പോൾ എല്ലാ സംഗതികളും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ബീന ചേട്ടനോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഈ വള്ളത്തിനോടനുബന്ധിച്ചുള്ള സ്കിറ്റ്? ചമ്മൽ മാറാത്തവനാണോ കൂളിംഗ് ക്ലാസ് വരാത്തെ? അടിപൊളി. അനീഷ് ബാലൊക്കെ ഫ്രഞ്ചുകാരനായിട്ട് വന്നിട്ട് ഉള്ള സീക്വൻസ് ഒക്കെ ഭയങ്കരമായിരുന്നു. പിന്നെ നമ്മുടെ സുമേഷിൻ്റെ കാര്യം പറയണ്ട, കാരണം വള്ളക്കാരനായിട്ട് നിന്നേച്ചുള്ള ഇംഗ്ലീഷ് പാട്ട് അതുപോലെ തന്നെയുള്ള നല്ലൊരു സ്കിറ്റായിരുന്നു. അജിത്തൻ്റെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അനീഷ് അടിപൊളിയാണ്. പക്ഷേ അനീഷ് ഫ്രഞ്ചുകാരനാണെന്ന് അളിയ ഉഗ്രനാണ്. അളിയ ഫ്രഞ്ചുകാരൻ സത്യം. അനീഷിൻ്റെ ഫ്രഞ്ച് അല്ല, തമാശല്ല. അനീഷ് നല്ല രസമായിരുന്നു. ആ ആറ്റിറ്റ്യൂഡ് വിടാതെ നല്ല ഗംഭീരമായിട്ട് നിന്നിട്ടിടാ നിക്കറ് കീറി എന്ന് വിളി. പിന്നെ സുമേഷിന് പറയുന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ പാട്ട് നല്ല അർത്ഥമുള്ള പാട്ടാണ്. കാര്യം അത് ആരെഴുതിയാലും ഈ ഒരു ഉഗ്രൻ സ്കിറ്റിന് നിങ്ങളുടെ എത്ര സ്റ്റാർസ് ആണ് നൽകാം? 4 സ്റ്റാർസ് ആണ് നമ്മുടെ ഈ ഒരു ഉഗ്രൻ സ്കിറ്റിന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 4 സ്റ്റാർസ് ആണ്. അപ്പോൾ ഒന്ന് ആഘോഷിക്കണ്ടേ? സമ്മാനം നൽകുന്നതിനായി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നോബി ചേട്ടനെയും ബിനു ചേട്ടനെയും. കോമഡി മസാലയിൽ ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ പെർഫോമൻസിലേക്ക് കിടക്കാം. സോ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈഡി നൽകിക്കൊണ്ട് തന്നെ സ്വാഗതം ചെയ്യാം സുന്ദരൻ തോലേരി. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. സോ എന്താണെങ്കിലും സുന്ദരൻ ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ പറയൂ. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കോഴിക്കോട് ജില്ലയിലെ ആ പയ്യോളി സ്വദേശിയാണ്. എൻ്റെ പ്രദേശമാണ് തോലേരി. ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ എന്തായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? ഹെൽത്ത് സർവീസിൽ? ഹെൽത്ത് സർവീസിൽ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ഹെൽത്ത് ഇൻസ്പെക്ടറോ? എൻ്റെ ദൈവമേ. അപ്പൊ ഇനി നമുക്കങ്ങ് തുടങ്ങാം. ഞാൻ ഒരു കുട്ടിയുടെ ശബ്ദം അനുകരിക്കണമെന്നുണ്ട്. ഒരു കുട്ടിയുടെ ശബ്ദം. കുട്ടി ഒരു പാട്ട് പാടുന്നു, ഒരു മിമിക്രി അവതരിപ്പിക്കുന്നു. അതിന് മുമ്പാവാം അല്ലേ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. തീർച്ചയായിട്ടും. അപ്പൊ എനിക്കൊരു സപ്പോർട്ട് വേണം. ഞാൻ കുട്ടിയുടെ പേരെന്താണ്? അച്ചോ. വാവയുടെ വീട് എവിടെയാ? കൊടവനം. വാവയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. ചേച്ചി എന്ത് ചെയ്യണു? ചേച്ചി സ്കൂളിൽ പഠിപ്പിക്കുന്നു. അപ്പൊ വാവ എന്ത് ചെയ്യണു? വാവ ഇപ്പൊ ഇവിടെ നിൽക്കുന്നു. ഓക്കെ. പാടുമല്ലോ, നന്നായിട്ട് പാട്ടൊക്കെ പാടും. ആണോ? അന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടോ? പാട്ട് പാടാം. മാപ്പിളപ്പാട്ട്. ശരി. പാരഡി പാട്ട്. പാരഡി പാട്ട്. ആയിക്കോട്ടെ. മാപ്പിളപ്പാട്ടിന്റെ പാരഡി. മാപ്പിളപ്പാട്ടിന്റെ പാരഡി. ഉമ്മ 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 നമ്മുടെ രണ്ടാനുപ്പ വരുന്നുണ്ട്. ഉമ്മ 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 നമ്മുടെ രണ്ടാനുപ്പ വരുന്നുണ്ട്. വെള്ളം മാതി കാലുമേൽ തോന്നിസം പറഞ്ഞു വരുന്നുണ്ട്. ഇന്നലെ മതിക്ക് വന്നില്ല, മഞ്ഞാതെ മതിക്ക് വന്നില്ല. എന്ത് പൊളിച്ചക്ക് പാഞ്ഞു വന്നു. മോന്തക്ക് കൊത്തിയില്ല, ഉമ്മന്റെ മോന്തക്ക് കൊത്തിയില്ലേ. എന്റെ ഉമ്മ എന്തു പറഞ്ഞു? ഉമ്മ നന്നായി, നല്ല ഉമ്മ. ഓക്കെ. ഇനി വാവ മിമിക്രി. നമുക്ക് തുടങ്ങാം. നമ്മളെ കുഞ്ഞുകളുടെ കുഞ്ഞ്, വാവ കുഞ്ഞ്, എന്നെ കണ്ട ചെറിയ കുഞ്ഞ്, കൈക്കുഞ്ഞ്. കൈക്കുഞ്ഞ് പാല് കിട്ടാതാവുമ്പോ കരയുന്ന ശബ്ദം. ഓക്കെ. പെട്ടെന്ന് അമ്മിഞ്ഞ പാല് കുടിക്കാൻ കഴിയാത്തപ്പോ കരയുന്ന ശബ്ദം. ശരി. ആദ്യം പാല് കുടിക്കുന്നു. ഓക്കെ. കുടിച്ചോണ്ടിരിക്കുമ്പോൾ കിട്ടാതാവുന്നു. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇനി സിനിമാ താരങ്ങൾ ചെയ്യലോ? ഇനി മലയാള ചലച്ചിത്ര രീതിയിൽ നമ്മുടെ തിലകൻ ചേട്ടൻ ശബ്ദം. തിലകൻ ചേട്ടനെ. ഓക്കെ. അന്ധമായ പുത്രസ്നേഹം ദേവേന്ദ്രനെ യാചക വേഷം കെട്ടിച്ച് സൂര്യപുത്രനായ കർണൻ പ്രതിച്ചുണ്ട്. അർജുനെ കർണം വധിക്കാതിരിക്കാൻ കർണന്റെ ശക്തി സ്രോതസ്സുകളായ കവചകുണ്ടലങ്ങൾ അരന്നു വാങ്ങാൻ പോയ ദേവരാജാവിന്റെ കഥ അമ്മേനൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടാവും. ഓ വേണ്ട, കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അടുത്തത് ഒരു കൊച്ചു പ്രേമം. എന്നെ മനസ്സിലായി കാണുമല്ലോ, ഞാൻ കൊച്ചുപ്രേമൻ. കൊച്ചുപ്രേമൻ എന്ന് പറഞ്ഞ ഒരു കൊച്ചൊന്നല്ല കേട്ടോ. എൻ്റെ വീട്ടില് 2-3 കൊച്ചുങ്ങൾ വേറെ ഇരിപ്പുണ്ട്. പിന്നെ ചേട്ടൊക്കെ പറയും എനിക്ക് പൊക്കക്കുറവുണ്ടെന്ന്. പൊക്കക്കുറവുണ്ടോ മക്കളെ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് തൊട്ടില്ല.
ശ്രീ കുതിർവട്ടം പാട്ടി. അല്ല സുഹൃത്തെ, ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണൂല. കാരണം ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി പോയതല്ലേ. ഈ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂടി കൂട്ടിക്കൊഴിച്ച് ഒരു പരുവത്തിലാക്കിയിട്ട് എൻ്റെ അണ്ണാക്ക് കുത്തിക്കയറ്റും പട്ടേടെ മോനെ എന്നാണ് കൊനെ. അത് കലക്കി കറക്റ്റ്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും നോബി ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സുന്ദരൻ ചേട്ടന്റെ ഈ പെർഫോമൻസ്? സുന്ദരൻ ചേട്ടാ ഗംഭീരമായിരുന്നു. സുന്ദരൻ ചേട്ടൻ ഇതിനു മുമ്പേ പരിചയമുണ്ടായിരുന്നു. സുന്ദരൻ ചേട്ടൻ ഒരുപാട് പിന്നെ ഡ്യൂപ്പ് ചെയ്യും, സിനിമാ താരങ്ങളിൽ ഒരുപാട് ഡ്യൂപ്പ് ചെയ്യും സുന്ദരൻ ചേട്ടൻ. അങ്ങനെ കണ്ട് സുന്ദരൻ ചേട്ടൻ്റെ ഒരു ലൈവ് പെർഫോമൻസ് ഇമിറ്റേഷൻ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും ഗംഭീരമായിരുന്നു. തൻ്റെ ജോലിക്കിടയിലും ഇതുപോലുള്ള പരിപാടികളായിട്ട് സുന്ദരൻ ചേട്ടൻ പോകുന്നു. അത് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാം. എന്തായാലും സുന്ദരൻ ചേട്ടാ ഒരുപാട് ദൈവം അനുഗ്രഹിക്കട്ടെ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഈ കലാകാരനായി പോയി കഴിഞ്ഞാൽ, കല ഉള്ളിലുണ്ടെങ്കിൽ, നമ്മളിനി മന്ത്രി ആയിക്കോട്ടെ, ജഡ്ജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വക്കീലായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആ കലാപ്രകടനം ചെയ്തിട്ട് ഓഡിയൻസിൻ്റെ കയ്യിൽ നിന്ന് കയ്യടി കിട്ടുമ്പോഴുള്ളൊരു തൃപ്തി, അതൊന്ന് വേറെ അല്ലേ സുന്ദരൻ ചേട്ടാ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും സുന്ദരൻ ചേട്ടാ ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു സ്റ്റേജിൽ വന്നു, കോമഡി മസാലയിൽ വന്നു. അപ്പോൾ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തു, അതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷപൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ചേട്ടാ വളരെ മനോഹരമായിട്ട് പാടി, നല്ല വൃകകളും സ്ഥാനങ്ങളും എല്ലാം പക്കയായിരുന്നു. ഭയങ്കരമായിട്ട് നന്നായിട്ട് പാടി. പക്ഷെ ഇതുപോലുള്ള വേദിയിലൊക്കെ വെള്ളം അടിച്ചിട്ട് വന്ന് പാടരുത്, അപ്പോൾ മോശമായിപ്പോയി. അത് ശരി, വെള്ളം അടിച്ചിട്ട് വന്ന് അതാ ഷഡ്ജമൊക്കെ ഉണ്ടായിരുന്നു. ആ സംഗതി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഈ കുടിച്ചാണ് വിഷയം. അത് തെറ്റായി. അതല്ലല്ലോ, ഇതുപോലുള്ള കസേരയൊക്കെ ഇരിക്കുന്ന ഈ ജഡ്ജന്മാർ കയറി ഇരിക്കുമല്ലോ, ഇവർക്ക് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? ഷഡ്ജമുണ്ട്, സംഗതിയുണ്ട്, അത് രണ്ടും ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പീച്ചുന്നത്. കുടിച്ചോണ്ട് ഇപ്പൊ ഇങ്ങോട്ട് കയറി ഭാര്യ അന്വേഷിച്ച് ഭാര്യ അന്വേഷിക്കണമെങ്കിലേ നല്ല ബ്രോക്കറെ കാണാം, അല്ലെങ്കിൽ മാട്രിമോണിന് ഒരു പരസ്യം കൊടുക്കുക, നല്ല ഭാര്യനെ കിട്ടും. അല്ല ഇങ്ങോട്ടാണോ എന്നെ? അപ്പൊ അവിടെ നിങ്ങൾക്ക് തെറ്റി. എനിക്ക് അവിടെ ഇവിടെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പെണ്ണ് കെട്ടിയതാ. എന്റെ പെണ്ണുമ്പളെ ഈ കൂടുതലുണ്ട്, അവളെ നോക്കിയാ ഞാൻ വന്നേക്കുന്നത്. അറിയോ? ഞാൻ അവളെ വിളിക്കട്ടെ. ഇവിടെ ഇരിപ്പുണ്ടോ? ഇവിടെ ഇരിപ്പുണ്ട്. മെസ്സി 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 എന്താണ് എത്ര വട്ടം വിളിച്ചിട്ട് വിളിക്കുന്നുണ്ട്? നീ എന്തോ അഭ്യാസം? ഹലോ ചേട്ടാ ഇന്നിവിടെ ഭർത്താവാണോ? എന്താണോ എന്നെ കണ്ടിട്ട് തോന്നില്ലേ ഭർത്താവാന്ന്? ഈ കൈ ഷട്ടിട്ടിട്ട് എന്നെ കണ്ടിട്ട് ഭർത്താവാന്ന് തോന്നില്ലേ? ഈ സാരി എടുത്ത് അവളെ കണ്ടിട്ടാണോ പിന്നെ ഭർത്താവായിട്ട് തോന്നുന്നത്? പിന്നെ വേറെ കാര്യമുണ്ട്. കാരണം സത്യം പറഞ്ഞത്, ഭർത്താവാനാ എവിടെ ശ്രമം അത് എൻ്റെ അടുത്ത് നടക്കത്തില്ല, അറിയോ? അതാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നവും. എൻ്റെ വീട്ടിൽ നടക്കുന്ന പ്രശ്നം അതാണ് സത്യം. എന്തെങ്കിലും ഒരു മനസമാധാനത്തിന് വേണ്ടിയാ ഞാൻ ഇവിടെ വന്നിരുന്ന ഒരു പരിപാടി കാണാനായിട്ട്. അവിടെ വന്നോളൂ കയറി മുടിയാനായിട്ട്. നിനക്കെന്താ പ്രശ്നം? എന്തുവാ? നേരം വെളുത്ത വയ്യോളെ എനിക്ക് ഒരു മനസമാധാനം തരത്തില്ലെന്നേ. അതാണ് വിഷയം. വെക്ക് നേരം വെളുത്ത് വൈകുന്നേരം വരെ വിഷയം. എന്റെ പ്രശ്നം ഞാൻ വെളുത്താൽ വൈകുന്നേരം വരെ. ഇവളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഉച്ച വരെ കിടന്ന് ഉറങ്ങാൻ. അപ്പൊ ഉച്ച കഴിഞ്ഞുള്ള പ്രശ്നം സഹിച്ചാൽ മതിയല്ലോ, ഒരു ആശ്വാസം കിട്ടില്ലേ? കർത്താവേ, ഇങ്ങനത്തെ ഒരുത്തനെയാണല്ലോ എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയത്. നീ കർത്താവിനെ വിളിച്ച് ഭർത്താവിന്റെ കാര്യമൊന്നും പറയണ്ട. കർത്താവും ഞങ്ങളുമായിട്ട് ചെറിയ ടെൻഷനുണ്ട്. കർത്താവ് വരെ നമ്മളെ കാണുമ്പോൾ സകല വിഷമമുണ്ട് കർത്താവിന്. എന്താ വിഷമം? കർത്താവ് ഒരു ദിവസമല്ലേ കുറിച്ച് വന്നുള്ളൂ.
ഞങ്ങൾ ഭർത്താക്കന്മാരെ നമ്മളോ കെട്ടി അന്ന് മുതൽ തുടങ്ങുമല്ലോ കുരിശ് വീട് എന്ന് വരെ ചുമക്കണം. അപ്പൊ കർത്താവിന് നമ്മളോട് നോക്കുമ്പോ ഒരു സഹതാപം തോന്നില്ലയോ? നീ കർത്താവിനെ ഹലോ, ഇതിപ്പോഴല്ല ആലോചിക്കണ്ടേ, കെട്ടുന്നതിന് മുമ്പ് ആലോചിക്കണായിരുന്നു. എവിടെ ആലോചിക്കാനാണോ? ആലോചിക്കാൻ സമയം കിട്ടിയോ? അതൊരു കഥയെന്ന്. എന്ത്? ഒരു ദിവസം രാത്രി ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു, അറിയാതൊരു കോള് എന്റെ ഫോണിൽ നിന്ന് പോയി ഈ കാലത്തിയുടെ ഫോണിലോട്ട്. സത്യം, അന്ന് മുതൽ രാവിലെ മുതൽ ഇങ്ങോട്ട് പിന്നെ മെസ്സേജ് രാവിലെയും പകലും മെസ്സേജ് അങ്ങോട്ട് മെസ്സേജ് പറ്റുക. എന്ത് മെസ്സേജ് അയച്ചു ചേച്ചി? ചേച്ചി എന്തൊക്കെ മെസ്സേജ് അയച്ചെന്ന് ഇവന് നാണം മനുണ്ട്. ഒരു പെണ്ണ് മെസ്സേജ് അയച്ചിട്ട് അത് എന്തോ നമ്മുടെ താല്പര്യം കണ്ടോ? എന്ത് അയാൾ പ്രതീക്ഷിക്കുന്നതൊന്നും അല്ല, ഇത്രയൊക്കെ ഉള്ളായിരുന്നു. എന്തടാ പൊടാ, പിന്നെ കുറെ ഇംഗ്ലീഷിലും അതൊക്കെ എന്നും പറഞ്ഞ ഇവിടെ ഏതൊക്കെ അക്ഷരം എന്തോ ഒരൊറ്റ ഇതാ എനിക്ക് ഓർമ്മ ഇപ്പോൾ വരുന്നത്. യു ഇട്ടിട്ട് എന്ന് പറഞ്ഞ് ഇടും. എന്റെ ചേച്ചിക്ക് ഈ ടീമിനെ അല്ലാതെ വേറെ നല്ല ആലോചനകളൊന്നും വന്നിട്ടില്ലേ? എന്റെ വിനുവേട്ട വന്നില്ലേന്നോ? എന്നെ എന്റെ അനിയത്തിനും കൂടെ ഒരു കുടുംബത്തോട്ട് കെട്ടിച്ചുവിടാൻ ഇരുന്നാണ് എന്റെ അപ്പച്ചൻ. സത്യം, അങ്ങനെ മതിയായിരുന്നു. ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് വിട്ടാൽ മതിയായിരുന്നു രണ്ടെണ്ണത്തിനെയും കൂടെ. അങ്ങനെ ആകുമ്പോ ഒരു വീട്ടിലെ നശിക്കത്തുള്ളായിരുന്നു. ഇപ്പൊ പാവപ്പെട്ട പയ്യന്റെ വീട് നശിച്ച് എന്റെ വീട് നശിച്ച്, രണ്ട് വീട് നശിച്ചില്ലേ ചേട്ടാ? അതേ വെള്ളം ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി പോകും. ആര് പറഞ്ഞു? ജനറൽ നോളജ് ഓർമ്മ. ഇതൊക്കെ ഞാൻ ഓരോ ഡേറ്റോ വിശേഷങ്ങളും ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. കലണ്ടറിലെ ഓരോ ഡേറ്റും വിശേഷങ്ങളും ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, ജനുവരി 30 ഗാന്ധി സമാധി, അറിയോ? പിന്നെ ചിങ്ങം എടുത്തു കഴിഞ്ഞാൽ ചതയം, ശ്രീനാരായണ ഗുരു ജയന്തി. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കന്നി 5 ശ്രീനാരായണ ഗുരു സമാധി. കണ്ടാ ഡേറ്റും വിശേഷങ്ങളും വരെ ഞങ്ങൾ എന്നെ കൂടെ പറഞ്ഞു. ഇതെങ്ങനെ ഇത് ഓർമ്മിച്ച് വെച്ചേക്കണം? ഇത് ഓർത്ത് വെക്കണം. പാർവതി ഉള്ള ദിവസം പിന്നെ നീ ഓർത്ത് വെക്കും, ഞാനല്ലേ ഓർത്ത് വെക്കണം. എന്നിട്ട് വേണം തലേദിവസം നമുക്ക് കരുതാൻ. കുടി പോട്ടെന്ന് വെക്കാം. എന്ന് കുടിച്ചിട്ട് വന്ന് നടുവും പുറത്തോട്ട് ഈ ചവിട്ടാണ്. ചവിട്ടും. അത് നിനക്ക് ചോദിക്കേണ്ട ആവശ്യം നിനക്കില്ലടി. നിനക്ക് നല്ല ഈ ഭൂലോകത്ത് ഒരു സ്ത്രീക്കും ചോദിക്കേണ്ട ആവശ്യം ഇല്ല. പുരുഷന്മാർ ചവിട്ടും പൊഴിക്കും, ചോദിക്കേണ്ട ആവശ്യം ഇല്ല. ഒരു സ്ത്രീക്കും. ഹലോ, വെള്ളം അടിച്ചിട്ട് അങ്ങനെയൊന്നും സ്ത്രീകളെ ചവിട്ടരുത്. പറഞ്ഞോട് ഭാര്യയല്ലേ, എന്തിനാ അവരെ വെറുതെ ചവിട്ടണ? ഞാൻ പറഞ്ഞെന്ന് ഇയാൾക്ക് മനസ്സിലായില്ല. ആരും പറഞ്ഞു ഇയാളോട് പറയായിരുന്നു മിസ്റ്റർ. മിസ്റ്റർ പേര് നോബി എന്നാണോ? ക്രിസ്ത്യാനിയാണോടോ? ഇയാൾ ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഇയാൾ ഈ വർത്താനം പറയത്തില്ലായിരുന്നു. ഞാൻ ബൈബിളിൽ എഴുതിയത് എന്തോടും മിസ്റ്റർ? ഭർത്താവ് അങ്ങനെ സ്ത്രീകളെ ഉണ്ടാക്കിയേക്കുന്നത് പുരുഷന്റെ ഭാര്യയെ ഊരെടുത്താണോ ഉണ്ടാക്കിയേക്കുന്നത്? അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നമ്മൾ ചവിട്ടും തൊഴിക്കും ഇടിക്കും. അത് ചോദിക്കേണ്ട ആവശ്യം സ്ത്രീകൾക്ക് എന്താണുള്ളത്? പറഞ്ഞോടോ, ശരിയാണോ? ചേട്ടാ, എനിക്ക് ഈയിടെ ഈ ഉപദ്രവം സഹിച്ച് ജീവിക്കാൻ മേല. എനിക്ക് ഡിവോഴ്സ് വേണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഡിവോഴ്സ് തരാനായിട്ട് ഇത് കുടുംബ കോടതിയൊന്നും അല്ല. പുള്ളിക്കാരത്തിന്റെ പേരെന്താ? പുള്ളിക്കാരത്തിന്റെ പേരെന്താ? ഒരിക്കലും മുഖത്തിന് ചേരാത്ത പേര് മേഴ്സി. ഒരിക്കലും ചേരാത്ത പേര്. ഈ മേഴ്സിനെ കുറിച്ച് മമ്മൂക്ക എന്നെ പറഞ്ഞേക്കണെന്ന്. അയ്യോ, ഈ നാട്ടിലുള്ളവർ മൊത്തവും പറഞ്ഞു. എന്റെ കേക്ക് പറയുന്നുണ്ട്, കേൾക്കാതെ പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ മമ്മൂക്ക പറഞ്ഞെങ്കിൽ അതുകൂടെ കേൾക്കാനുള്ള ത്രാണി എനിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് കേൾക്കണം. നിങ്ങൾ കേൾക്കട്ടെ, ഞാൻ കേട്ടോളാം. എന്നെ പറ്റി മമ്മൂക്ക എന്തോ പറഞ്ഞേ? മമ്മൂക്ക പറഞ്ഞ എന്താണെന്നറിയാമോ? ഇങ്ങോട്ട് മാറി കിട്ടി, അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കാണ്. എന്റെ അമ്മയാണ് മേഴ്സി, എന്റെ പെങ്ങളാണ് മേഴ്സി, എന്റെ ഭാര്യയാണ് മേഴ്സി, എന്റെ കാമുകയാണ് മേഴ്സി. ഇങ്ങനെയൊക്കെ മമ്മൂക്ക പറഞ്ഞേക്കണേ. ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതൊക്കെ. അല്ല, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഒരു ദിവസം മുമ്പ് ഞാൻ ഇത് അറിയേണ്ടതായിരുന്നു. മമ്മൂക്ക പറഞ്ഞു എന്തൊക്കെ ഒന്നുകൂടെ പറഞ്ഞു. അമ്മയായിരുന്നു ആന്ന്, എന്റെ പിള്ളേരുടെ അമ്മയാണ് സത്യം. പെങ്ങളായിരുന്നു മേഴ്സി. എന്റെ അളിയന്റെ പെങ്ങളാണ് സത്യം. എന്റെ അളിയന്റെ സ്വന്തം പെങ്ങളാണ് സത്യം. ഭാര്യയാണ് മേഴ്സി. എന്റെ ഭാര്യയാണ് മേഴ്സി. കാമുകയാണ് മേഴ്സി. കാമുകയാണ് മേഴ്സി. അതാണ് എനിക്ക് രണ്ട്. നീ ആരുടെ കാമുകയടി? നിന്റെ കാമുകൻ ആരാടി? അങ്ങനെ പറഞ്ഞില്ല. നീ ഇപ്പൊ മമ്മൂക്ക പറഞ്ഞു നീ കാമുകയാ. നീ ആരാ? നിന്റെ കാമുകൻ ആരാണ്? നിന്റെ കാമുകൻ ആരാ? നീ പറയുന്നത് നിന്റെ കാമുകൻ ആരാന്ന് പറഞ്ഞു. നിന്റെ കാമുകൻ ആരാന്ന് പറഞ്ഞു. അയ്യോ,
നീ എന്താടി എന്നെ 2 ദിവസം മുമ്പേ അടിക്കാൻ? നീ ഒരു അടി അടിച്ചപ്പോ സുന്ദരിയായി മെലിഞ്ഞല്ലോടി. ദേ ഇവിടെ ദേ ഇങ്ങോട്ട് നോക്ക്, ഇവിടെ നിൽക്കുന്നു. ഇവിടെ ഇങ്ങോട്ട് നോക്ക്. വാ നടക്കിങ്ങോട്ട്. വാന്ന്. വരുവാ നിന്നെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോ. വരാന്ന്. വന്നേ ഇങ്ങോട്ട്. മോള് പൊയ്ക്കോ, ഞാൻ വരാം. അവൾ അങ്ങനെ ഇങ്ങനെയൊന്നും ദേഷിക്കത്തില്ല. ദേഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.